ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ടതാകുന്ന ഒരു കാര്യം നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഈ അടുത്തിടയ്ക്ക് ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. IB-യുടെ ACIOയുടെ എക്സാം ആയിരുന്നു അത്. ഓക്കെ ആണോ? ഇതിൻ്റെ ഇപ്പോൾ ഇൻ്റർവ്യൂവും ബാക്കി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് സംബന്ധമാകുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, സെലക്ഷൻ സംബന്ധമാകുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ ആണ്. ഇനി ഇങ്ങോട്ടൊന്ന് നോക്കേടാ, അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് അടുത്തതായ നോട്ടിഫിക്കേഷൻ വരാൻ സമയമായിട്ടുണ്ട്. അതായത് നമ്മളുടെ തയ്യാറെടുപ്പ് കുറച്ചുകൂടി കാര്യമാകുന്ന രീതിയിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയാകുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാകുന്ന കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടേ? ഓക്കെ അല്ലേടാ? അതിന് വേണ്ടിയിട്ടാണടാ ഈ ഒരു വീഡിയോ. ഏറ്റവും ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ. IB എന്നതാകുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, അതും ഒരു ഗ്രൂപ്പ് C കാറ്റഗറിയിൽ വരുന്ന ഒരു നോൺ ഗസറ്റഡ് ആകുന്ന ഒരു പോസ്റ്റിലേക്കുള്ളതാകുന്ന ജോലിയാണ് എന്നൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ IB-യിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അതും ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ്, നോൺ ഗസറ്റഡ് ആകുന്ന ഒരു പോസ്റ്റാണ്, നല്ലൊരു പൊസിഷനാണ്, അത്യാവശ്യം നല്ലതാകുന്ന ഒരു സാലറിയും എല്ലാം ഉണ്ടാകുകയും ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് 3 കടമ്പകൾ കടന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഒരു ഡെപ്ത് ലെവലിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഡിസ്ക്രിപ്റ്റീവ് ആകുന്ന ടെസ്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇന്റർവ്യൂ. ഈ 3 കടമ്പകളും കടക്കുന്ന ആൾക്കാണ് സെലക്ഷൻ കിട്ടുക. ഓക്കെ ആണ്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെയും എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്തായിരുന്നു, നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരുന്നു. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് എന്നതിലേക്ക് വരുമ്പോൾ 100 ചോദ്യങ്ങളുണ്ട്, 100 മാർക്കിനാണ്. ഓക്കെ ആണ്. ഇനി ഓരോ മേഖലകൾ ഏതാണെന്ന് നോക്കിയാൽ ഇംഗ്ലീഷിന് 20 മാർക്കുണ്ട്, കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക്, ജനറൽ സ്റ്റഡീസ് 20 മാർക്ക്, ന്യൂമറിക്കൽ മേഖലയ്ക്ക് 20 മാർക്ക്, റീസണിങ് മേഖലയ്ക്ക് 20 മാർക്ക്. ഇങ്ങനെ 5 മേഖലകളുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതിയേക്കാം. 5 മേഖലകളുണ്ട്. 5 മേഖലകളിൽ നിന്നായി ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ 5 മേഖലയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതായത് ഒരാളെ പോലും മാറ്റി നിർത്തുന്നില്ല, ഈക്വൽ ആകുന്ന ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. 20 മാർക്ക് വെച്ച് 5 മേഖലകളിൽ നിന്നായിട്ട് ചോദ്യം. ഇനി ഇവിടെ ഒരുപാടാകുന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ ശരിയാകാം, അല്ലെങ്കിൽ ശരിയാകാതിരിക്കാം. എന്തു തന്നെ ആയാലും നമുക്ക് അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷ് വലിയ പ്രശ്നമുള്ള മേഖലയാണോ? അല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിന്റെ പാറ്റേണും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലെ റീസണിങ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ മേഖല, അപ്പൊ തന്നെ 40 മാർക്കായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, 40 മാർക്കിന്റെ ഈ പറയുന്ന മാത്സ് റിലേറ്റഡ് ആകുന്ന ഏരിയ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ എന്ത് പഠിച്ചാലും അത് അതേപോലെ തന്നെ പാറ്റേൺ മനസ്സിലാക്കി, സിലബസ് മനസ്സിലാക്കിയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പഠിച്ചത് തന്നെ ചോദിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പഠിച്ചിട്ടില്ലാത്തതാകുന്ന ഒരു കാര്യം എന്നുള്ള വണ്ണം അവിടെ നിന്ന് പ്രതീക്ഷിക്കാനില്ലല്ലോ. നല്ലതുപോലെ പഠിച്ചാൽ നല്ലതുപോലെ കിട്ടും. ഓക്കെ ആണോ? ഇനി ആകെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ജനറൽ സ്റ്റഡീസും അതുപോലെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിരുത്തി ഏറ്റവും കൂടുതലാകുന്ന സമയം ചെലവാക്കി പഠിച്ചെടുക്കേണ്ടതാകുന്ന 2 മേഖലകളേ ഉള്ളൂ ഈ 5 പേരിൽ. കൃത്യമാകുന്ന വണ്ണം നമ്മൾ സ്കൂളിൽ പോയി ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് എങ്ങനെയാണോ പഠിക്കുന്നത്, അതേപോലെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് അതിനനുസൃതമാകുന്ന വണ്ണം എല്ലാ ആളുകളിലൂടെയും കടന്നു പോകാൻ ഒരു ശ്രമം കൃത്യമായ ഒരു ടൈം ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് ചെയ്തെടുത്താൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്താകും, സെറ്റാകും. അതായത് ഫേസ് 1 നമ്മൾ അവിടെ സെറ്റാണ്. ഓക്കെ ആണോ? ഇനി ഈ ഫേസ് 1-ന് ശേഷം വരുന്നതായ രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഡെപ്ത് ലെവലിലുള്ളതാകുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ആകുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. ഇവിടെ 50 മാർക്കാണ് മക്കളെ, 1 മണിക്കൂർ സമയമുണ്ട്. ഈ 1 മണിക്കൂർ സമയം 50 മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് എന്നൊന്ന് നോക്കേടാ. ഒന്ന്, അവിടെ എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിന് മക്കളെ 20 മാർക്കാണ്. എത്ര മാർക്കാ? 20 മാർക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ടോപ്പിക് എന്ന നിലയിൽ അവിടെ നമുക്ക് നാഷണൽ സെക്യൂരിറ്റി, വിമൻ എംപവർമെന്റ്, എഡ്യൂക്കേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, എക്കോണമി, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും ഈ എസ്സേ റൈറ്റിംഗ് വരിക എന്ന് പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് 10 മാർക്കിന്. പിന്നെ ലോങ് ആൻസർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ്, എക്കോണമി, അതുപോലെ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇന്റേണൽ ആകുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ്, ഇന്റർനാഷണൽ റിലേഷൻസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ, ഗവർണൻസ് ഇഷ്യൂസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ, ഈ മേഖലയിൽ നിന്നൊക്കെ ആകുന്ന വണ്ണം ഒരു 20 മാർക്കും ഉണ്ട്.
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാമിനകത്തുള്ളത്. എന്തൊക്കെയാ? എസ് എ റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ലോങ് ആൻസർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഞാനൊരു കാര്യം പറയാം, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ടയർ 1 വേണ്ടി പ്രത്യേകം, ടയർ 2 വേണ്ടി പ്രത്യേകം എന്ന രീതിയിൽ നോക്കണ്ട. എടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടയർ 1 നടത്തുന്നതായ ഒരു എന്താണ് പ്രയത്നം എത്രത്തോളം ഉണ്ടോ അതിനെ അതേ രീതിയിൽ തന്നെ ഒന്ന് ചെറുതാകുന്ന വണ്ണം ഒന്ന് അധികമാക്കി വെച്ചാൽ മതിയാകും നമുക്ക് ഈ പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ വന്നു ചേരാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഏത് സ്ട്രാറ്റജിയിലൂടെയാണ് പഠിക്കുന്നത് എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കെയർ കൊടുത്താൽ മതി. ഇവിടെ ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സ്റ്റഡി അവിടെ നടത്തുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യാനും അതേസമയം ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുന്ന ടെസ്റ്റിൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഡീറ്റെയിൽഡ് ആകുന്ന എക്സ്പ്ലനേഷൻസ്, ഡീറ്റെയിൽഡ് ആകുന്നതായ ഒരു കവറേജ് കൊടുത്ത് നിങ്ങളെ ഈ പറയുന്ന നമ്മുടെ രണ്ടാം ഘട്ടമാകുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് കൂടി തയ്യാറെടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ കോംപ്രിഹെൻഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ഹിസ്റ്ററി മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാകുന്ന പോയിന്റുകളാണ് നമ്മൾ എടുത്തെഴുതേണ്ടത് എന്നൊന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഈ എസ് എ റൈറ്റിങ്ങിന്. അതൊന്ന് എഴുതി ട്രയൽ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എസ് എ റൈറ്റിങ്ങിന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുപോലെ ഈ ലോങ് ആൻസർ റൈറ്റിംഗ്സും അതുപോലെ തന്നെ. ഓക്കെ ആണോടാ? അപ്പൊ ആ രണ്ട് കടമ്പകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ ടയർ 1 പറഞ്ഞില്ലേ, ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ടയർ 2 വരുമ്പോൾ ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി, ക്ലൈമറ്റ്, എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കാര്യമായിട്ട് ബെനിഫിറ്റ് ആകുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് സംബന്ധമാകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ്, സോഷ്യോ പൊളിറ്റിക്കൽ ആകുന്ന ഇഷ്യൂസ്, ഇതൊക്കെ ടയർ 1 സാധനങ്ങളാണ് ഈ പറയുന്ന രണ്ട് ഭാഗങ്ങൾ. ശരിയല്ല? ടയർ 1 ഈ 2 പേരുണ്ട്. അതേസമയം ടയർ 2 ഈ എസ് എ ആർഗ്യുമെന്റ്സുകളും ലോങ് ആൻസർ ഭാഗത്തേക്ക് വരുമ്പോഴുള്ളതാകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ടയർ 1 നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റുകളെ കൊണ്ടുപോകാൻ പറ്റും. അതാ പഠിക്കുന്നതായ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അവിടെ ഇങ്ങനെയുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബേസിക് ആകുന്ന കണ്ടീഷനിനകത്ത് വരുന്നത്, കോൺസെപ്റ്റിനകത്ത് വരുന്നത് എന്നൊരു ധാരണ മാത്രം കിട്ടിയാൽ മതി. ആ പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് എവിടെ ഉണ്ടാകണം, എസ്സേസ് എഴുതുമ്പോൾ അവിടെ ഉണ്ടാകണം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ലെവൽ നോളജ് ആണ് ഈ പറയുന്ന ടയർ 1 വേണ്ടത് എന്ന് പറയുമ്പോഴും ആ സർഫസ് ലെവൽ നോളജിനെ നമ്മൾ എങ്ങനെയാണോ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിനെ കുറച്ച് ഡെപ്ത് ലെവലിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുന്നത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടയർ 2 എന്നുള്ള വണ്ണം കൊണ്ടുപോകാൻ പറ്റും. അതായത് ടയർ 1 ടയർ 2 നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. കേട്ടോടാ? കൃത്യമാകുന്ന വണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. നിങ്ങളുടേതാകുന്ന ഒരു പരമാവധിയാകുന്ന ഒരു ട്രൈ, അത് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണോ, നിങ്ങൾക്ക് കൃത്യമാകുന്ന വണ്ണം ആ ഒരു അപ്ഡേഷൻ, ഡൗട്ട് ചോദിച്ച് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ കാര്യങ്ങളെ വാലിഡേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ പഠിക്കാൻ തയ്യാറാണോ, ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വരിക, നമ്മുടെ ലോങ് ടേം ബാച്ചിനകത്തേക്ക് ജോയിൻ ആവുക. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും അവിടെ ഉണ്ടാകും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതലാകുന്ന കാര്യങ്ങൾ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ബൈ.